എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വി നെക്കില് കോളർ വരുന്ന മോഡൽ, ഷർട്ട് കോളർ വരുന്ന മോഡലിലുള്ള നെക്ക് എങ്ങനെയാണ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ. അതായത് ഈ ഒരു നെക്ക് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് മാത്രമേ നമ്മൾ കാണിക്കുന്നുള്ളൂ. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ ലൈനിങ് നാലാക്കി മടക്കി ഇടുന്നുണ്ട്. നിങ്ങൾ ബിഗിനേഴ്സ് ആണ്, നിങ്ങൾക്ക് എങ്ങനെയാണ് അളവ് എടുക്കേണ്ടതെന്നും മടക്കിയിടേണ്ടതെന്നൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ബേസിക് ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടു നോക്കുക. അതിനുശേഷം വേണം നിങ്ങൾ ഈ ഒരു വീഡിയോ കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. എപ്പോഴും നമ്മൾ കോളർ ചെയ്യുന്ന സമയത്ത് എത്രയാണോ ഷോൾഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഷോൾഡറിന്റെ കൂടെ ഒരു 1/2 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 1 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ ആയിട്ട് എടുക്കാം. ബിഗിനേഴ്സ് ആണെങ്കിൽ 1 ഇഞ്ച് വരെ നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് എടുക്കാം. ലാസ്റ്റ് ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഷോൾഡർ വെച്ചിട്ട് എക്സ്ട്രാ ഉള്ളത് കട്ട് ചെയ്ത് കളയുന്നതാണ് നല്ലത്. ഇവിടെ നമുക്ക് നോർമൽ ഷോൾഡർ എന്ന് പറയുന്നത് 7 ഇഞ്ചാണ്. ഞാൻ എൻ്റെ അളവാണ് പറയുന്നത്. നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങളുടെ അളവ് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അതിലേക്ക് ഞാൻ 1/2 ഇഞ്ചും കൂടി ചേർത്തിട്ട് 7.5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞു ബിഗിനേഴ്സിന് 1 ഇഞ്ച് വരെ എടുക്കാമെന്ന്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ഇഞ്ച് എക്സ്ട്രാ ആയിട്ട് എടുക്കാം. എന്തിനാണ് നമ്മൾ ഈ എക്സ്ട്രാ എടുക്കുന്നതെന്നും കൂടി പറയാം. അതായത് എപ്പോഴും കോളർ ചെയ്യുന്ന സമയത്ത് ഈ ഷോൾഡർ ജോയിൻ ചെയ്യുന്ന ഭാഗത്തൊക്കെ ആയിട്ട് ചുളിവുകൾ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. കാരണം കോളർ വരുമ്പോൾ അവിടെ ടൈറ്റ് ആയിട്ട് ഇരിക്കുകയല്ലേ, അതുകൊണ്ട്. അപ്പൊ ആ ഒരു ചുളിവുകളും കാര്യങ്ങളും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ എക്സ്ട്രാ എടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ കോളർ ചെയ്യുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾ സാധാരണ ചെയ്യുന്ന സമയത്ത് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിലും കോളർ വെച്ച് ചെയ്യുന്ന എല്ലാ ഡ്രസ്സിനും നിർബന്ധമായിട്ടും ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുക. അതും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ കഴിയുന്നതും നമുക്ക് ആ ചുളിവുകൾ അവോയ്ഡ് ചെയ്തെടുക്കാൻ പറ്റും. കഴിയുന്നതും എന്നല്ല, മാക്സിമം അവോയ്ഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഷോൾഡർ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് നേരെ താഴേക്ക് ഞാനൊരു 1/4 ഇഞ്ചാണ് ഷോൾഡർ സ്ലോപ്പിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് ഒരു 3 ഇഞ്ച് നെക്ക് വിടുത്തുന്ന ഈ 1/4 ഇഞ്ചിലേക്ക് ഇതേപോലെ സ്ലോപ്പ് ചെയ്ത് വരച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ വേണ്ടി പറ്റും. ഇനി നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്ന്, അതായത് ഈ ഷോൾഡർ സ്ലോപ്പ് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് നേരെ താഴേക്ക് എത്രയാണോ നിങ്ങൾക്ക് ആം ഹോളിന് ലെങ്ത് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാർക്ക് ചെയ്യാം. അപ്പൊ നമ്മൾ ഷോൾഡർ 1/2 ഇഞ്ച് കൂട്ടിയെടുത്തു എന്ന് പറഞ്ഞിട്ട് ആം ഹോൾ കൂട്ടിയെടുക്കേണ്ട ആവശ്യമില്ല. ആം ഹോൾ കറക്റ്റ് എടുക്കുന്ന പോലെ തന്നെ എടുത്താൽ മതി കേട്ടോ. അപ്പൊ ഇവിടെ 7 ആണ്. ആ 7 ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് ഒരു എൽ ഷേപ്പ് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചെസ്റ്റ് വിഡ്ത്ത് മാർക്ക് ചെയ്യാം. ചെസ്റ്റ് വിഡ്ത്ത് 9 ആണ്. അവിടേക്ക് 2 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്യുന്നുണ്ട്. ആം ഹോൾ ലെങ്ത് മാർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ ഈ ആം ഹോൾ ലെങ്ത്തിന്റെ പകുതി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ പകുതി മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് ഉള്ളിലേക്കായിട്ട് ഒരു 1/2 ഇഞ്ചും ഇതേപോലെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ടിലേക്കും അതുപോലെ തന്നെ ബാക്കിലേക്കും ഉള്ള ആം ഹോൾ കുഴിച്ചു വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. പറയാത്തവർക്ക് വേണ്ടിയിട്ടൊന്ന് പറയാം. നമ്മൾ ഓൾറെഡി ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ പോയിന്റും നമ്മുടെ ഈ സെന്റർ പോയിന്റും ടച്ച് ചെയ്യുന്ന രീതിയിൽ നിങ്ങളുടെ കയ്യിൽ ഫ്രഞ്ച് കർവ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇതേപോലെ ഒരു കർവ് ഷേപ്പ് വരയ്ക്കാം. ഇനി ഫ്രഞ്ച് കർവ് ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കോർണറിൽ നിന്ന് ഒരു 1.5 ഇഞ്ചും കൂടി മാർക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് 3 പോയിന്റ് കിട്ടും. അത് യോജിപ്പിച്ച് വരച്ചാലും മതി. ഇതാണ് നമ്മുടെ ബാക്കിലെ ആം ഹോള്. ഇനി നമുക്ക് ഫ്രണ്ടിലേക്കുള്ള ആം ഹോൾ വരയ്ക്കണം. ഈ ഫ്രണ്ടിലേക്കുള്ള ആം ഹോൾ എങ്ങനെയാ വരയ്ക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 1/2 ഇഞ്ച് ഉള്ളോട്ടേക്ക് മാർക്ക് ചെയ്തിട്ടുള്ള പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റും കൂടി ടച്ച് ചെയ്യുന്ന രീതിയിൽ ഒരു ആം ഹോൾ വരച്ചു കഴിഞ്ഞാൽ ഫ്രണ്ടിലേക്കുള്ള ആം ഹോളായി. ഇനി നമുക്ക് വേസ്റ്റ് ലെങ്ത് മാർക്ക് ചെയ്യാം. വേസ്റ്റ് ലെങ്ത് 14 ഇഞ്ചാണ്. അത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവിടേക്കുള്ള വിഡ്ത്ത് 8 ഇഞ്ചാണ്. 2 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി താഴേക്ക് നിങ്ങൾക്ക് സ്ലിറ്റഡ് ടോപ്പ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിന്റെ അളവ് മാർക്ക് ചെയ്യാം. അതല്ല നിങ്ങൾക്കൊരു എ ലൈൻ ടോപ്പാണ് വേണ്ടെങ്കിൽ അതിന്റെ അളവ് മാർക്ക് ചെയ്യാം. അതിലേക്കൊന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ഇനി ഒരു ഷോർട്ട് ടോപ്പ് ആണെങ്കിൽ അങ്ങനെ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം മാർക്ക് ചെയ്യാം. ടോപ്പ് ഞാൻ ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം ബാക്കിലുള്ള ആം ഹോൾ പ്രകാരം വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഒരു പീസ് എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം വേണം ഫ്രണ്ടിലേക്കുള്ള ആം ഹോൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതേപോലെ ഫ്രണ്ടിലേക്കുള്ള ആം ഹോൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിലെ പീസിൽ നെക്ക് ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ബാക്കിൽ നമുക്കൊന്ന് നെക്ക് കട്ട് ചെയ്യാം. 3 ഇഞ്ചാണ് നെക്കിന് വിടുത്ത്. ഓൾറെഡി അത് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 1/2 ഇഞ്ച് ഇതേപോലെ ഇറക്കം മാർക്ക് ചെയ്തിട്ട് ഒന്ന് റൗണ്ട് ഷേപ്പ് വരയ്ക്കുന്നുണ്ട്. ഇപ്പം ഭയങ്കര ചൂടാണ്, നിങ്ങൾക്ക് ടൈറ്റ് ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ 1/2 ഇഞ്ച് മാർക്ക് ചെയ്യാം. അതല്ല കുറച്ച് ലൂസായിട്ടാണ് വേണ്ടതെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 1/4 to 1 ഇഞ്ച് വരെ മാർക്ക് ചെയ്യാം. ഈ 1ന് മുകളിലേക്ക് മാർക്ക് ചെയ്യാൻ പാടില്ല ഒരു കാരണവശാലും. ബാക്ക് നെക്ക് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമ്മൾ ഫ്രണ്ടിലേക്കുള്ള നെക്ക് വരയ്ക്കുന്നത് ക്യാൻവാസ് പേപ്പറിലാണ്. അപ്പോൾ ഇതേപോലെ ഒരു ക്യാൻവാസ് പേപ്പർ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലെങ്ത്തും വിഡ്ത്തിനും അനുസരിച്ചിട്ട് വേണം ക്യാൻവാസ് പേപ്പർ എടുക്കാൻ വേണ്ടിയിട്ട്. അതിന് രണ്ടാക്കി മടക്കി കൊടുത്തിട്ടുണ്ട്. 3 ഇഞ്ചാണ് നമ്മൾ നെക്കിന് വിഡ്ത്തായിട്ട് മാർക്ക് ചെയ്തത്. അതേ 3 ഇഞ്ച് തന്നെ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്കിന് ലെങ്ത് ആയിട്ട് ഞാൻ 7.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്. ഈ 7.5 ഇഞ്ച് മാർക്ക് ചെയ്താലും 1/2 ഇഞ്ച് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യുന്ന സമയത്ത് പോവും. ബാക്കി നമുക്ക് 7 ഇഞ്ച് മാത്രമേ നെക്കിന് ലെങ്ത് ആയിട്ട് ഉണ്ടാവുള്ളൂ.
അത്രയെങ്കിലും നമ്മൾ മാർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് തലവഴി ഈ ഒരു ഡ്രസ്സ് ഇടാൻ വേണ്ടി പറ്റുള്ളൂ. കാരണം വേറെ എവിടെയും ഓപ്പണിംഗ് ഇല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ, കോളർ ചെയ്യുന്ന എല്ലാ സമയത്തും. നമ്മുടെ നെക്ക് ഇവിടെ വി നെക്കാണ്. അപ്പം നമ്മൾ 3 ഇഞ്ച് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് 7.5 ഇഞ്ച് നെക്കിന്റെ ലെങ്ത് മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് സ്കെയിൽ വെച്ചിട്ട് ഒരു പ്രോപ്പർ വി ഷേപ്പ് വരച്ചെടുക്കുകയാണ്. ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ വരയ്ക്കാം. ഇനി അതല്ല നിങ്ങൾക്കൊരു ഓവൽ ഷേപ്പിൽ, അതായത് ഒരു റൗണ്ട് വി ഷേപ്പ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെയും വരയ്ക്കാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതേപോലെ വരച്ചിട്ടുണ്ട്. ഒരു 1 ഇഞ്ച് എക്സ്ട്രാ ക്ലോത്ത് വെച്ചിട്ട് ഈ ക്യാൻവാസ് പേപ്പർ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മുകളിൽ നേരെ താഴോട്ടേക്ക് ഈ ക്യാൻവാസ് പേപ്പറിൽ ഒരു 4 ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് ഞാനൊരു നോച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ശരിക്കും നോച്ച് കൊടുക്കണ്ട, അത് രണ്ട് സൈഡിലും, അതായത് ക്യാൻവാസ് പേപ്പറിന്റെ രണ്ട് സൈഡിലും അടയാളപ്പെടുത്തിയാൽ മതി. എന്തുകൊണ്ടാണ് നോച്ച് കൊടുക്കണ്ട എന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാണല്ലോ. അപ്പം നമുക്ക് കറക്റ്റ് ആ സെൻറ്റർ ചിലപ്പം കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും ബിഗിനേഴ്സിന്. അതുകൊണ്ടാണ് നോച്ച് കൊടുക്കണ്ട, ജസ്റ്റ് രണ്ട് സൈഡിലും ക്യാൻവാസ് പേപ്പറിന്റെ രണ്ട് സൈഡിലും അടയാളപ്പെടുത്തിയാൽ മതി എന്ന് പറഞ്ഞത് കേട്ടോ. ഇനി ഈ ക്യാൻവാസ് പേപ്പറിനെ നിങ്ങൾക്ക് ഏത് ക്ലോത്തിലാണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്ലോത്തിൽ ഇതേപോലെ ഒന്ന് അയൺ ചെയ്തെടുക്കുക. മെയിൻ ഫാബ്രിക്കും ലൈനിങ്ങും ഇതേപോലെ ഞാൻ ജസ്റ്റ് സൈഡൊക്കെ ഒന്ന് റാൻഡം ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കാരണം ഇനി സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇളകി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇതിന്റെ കറക്റ്റ് സെൻറ്ററിലായിട്ട് നമ്മൾ ഈ അയൺ ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാൻവാസ് പേപ്പറിന്റെ സെൻറ്റർ വെച്ച് കൊടുക്കുക. എന്താണോ നിങ്ങളുടെ നെക്കിന്റെ ഷേപ്പ് അത് സ്റ്റിച്ച് ചെയ്യാം. പക്ഷെ എങ്ങനെയാ സ്റ്റിച്ച് ചെയ്യേണ്ടേ? നമ്മൾ ഈ നോച്ച് കൊടുത്ത സെൻറ്റർ പോയിന്റ്, അതായത് 4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നിങ്ങളോടൊരു ലൈൻ രണ്ട് സൈഡിലായിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടി പറഞ്ഞില്ലേ, അവിടുന്ന് വേണം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ആ സെൻറ്റർ പോയിന്റിൽ നിർത്തിയിട്ട് ഓപ്പോസിറ്റ് എത്തുന്ന സമയത്തും ഇതേപോലെ 4 ഇഞ്ച് സെയിം ഇതേപോലെ തന്നെ ആ 4 ഇഞ്ച് വന്ന് നിൽക്കുന്ന പോയിന്റിൽ വേണം സ്റ്റിച്ച് നിർത്താൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഒരു 1/4 ഇഞ്ച് ക്ലോത്ത് വെച്ചിട്ട് എക്സ്ട്രാ ക്ലോത്ത് കട്ട് ചെയ്യുക. ഈ 1/4 ഇഞ്ച് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് മുകളിൽ നമുക്ക് ഇതേപോലെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ കട്ട് ചെയ്ത് വരാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ആ സെൻറ്റർ പോയിന്റിൽ ഇതേപോലെ ഒരു കട്ട്, ഒരു നോച്ച് കൊടുക്കുക. നമ്മൾ കൊടുത്തിരിക്കുന്ന സ്റ്റിച്ചിൽ കൊള്ളാതെ വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് മറയ്ക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക. അതായത് മുകൾ ഭാഗം ഒരു 4 ഇഞ്ച് വരെ തയ്ച്ചിട്ടുണ്ടാവില്ല, ബാക്കി താഴെ നമ്മുടെ നെക്ക് ഫിനിഷ് ചെയ്ത് വന്നിട്ടുണ്ടാവും. ഇനി ഈ നെക്ക് നമുക്കൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യണം, പെർഫെക്റ്റ് ആയിട്ട് അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് മുകളിൽ സ്റ്റിച്ച് ചെയ്ത് വരാം. മുകളിൽ നിന്ന് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് ഈ ഒരു വി ഷേപ്പ് ഇതേപോലെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ കംപ്ലീറ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക് പീസ് എടുക്കുക. ബാക്ക് പീസിന് നല്ല വശം ഫ്രണ്ട് പീസിന് നല്ല വശത്തിന്റെ മുകളിൽ വെച്ചിട്ട് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. എപ്പോഴും ഷോൾഡർ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഡബിൾ സ്റ്റിച്ച് കൊടുത്തിട്ട് വേണം ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേപോലെ ഷോൾഡർ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെ കറക്റ്റ് രണ്ടാക്കിയിട്ട് ഫോൾഡ് ചെയ്തിടുക. ഫോൾഡ് ചെയ്തിട്ടതിന് ശേഷം നമ്മുടെ ഈ വീനക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ആ പോയിന്റിൽ നിന്ന് എത്രയാണോ നമുക്ക് കോളറിന് ആവശ്യമായിട്ടുള്ള വിടുത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മെഷർ ചെയ്യാം. എങ്ങനെയാ മെഷർ ചെയ്യേണ്ടത്? ടേപ്പ് വെച്ചിട്ടാണ് മെഷർ ചെയ്യേണ്ടത്. ഒന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ടച്ച് ചെയ്ത് പിടിച്ചിട്ട് എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ വെച്ച പോലെ എന്താണോ നമ്മുടെ കോളറിന്റെ ഷേപ്പ് ആ ഷേപ്പിനനുസരിച്ചിട്ട് ടേപ്പ് ഇതേപോലെ വളച്ച് പിടിച്ചിട്ട് എടുക്കാം. എങ്ങനെ എടുത്താലും കുഴപ്പമില്ല, എടുക്കുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് എടുക്കുക. ഒരു 3-4 പ്രാവശ്യം അളന്ന് നോക്കുക, ചിലപ്പോൾ എന്തെങ്കിലും വേരിയേഷൻസ് ഒക്കെ വരും കേട്ടോ. അപ്പൊ നമുക്ക് 7 ഇഞ്ചാണ് കിട്ടുന്നത്. നമ്മൾ ഫോൾഡ് ചെയ്തിട്ടപ്പോൾ ഉള്ള അളവാണ് 7 ഇഞ്ച്. ഇനി ഇതേപോലെ ഒരു ക്യാൻവാസ് പേപ്പർ എടുക്കുക. ക്യാൻവാസ് പേപ്പറിന് ഇതേപോലെ രണ്ടാക്കി മടക്കിയിട്ടിരിക്കുകയാണ്. രണ്ടാക്കി മടക്കിയിട്ട സമയത്ത് 10 ഇഞ്ച് വിടുത്തും 5 ഇഞ്ച് ലെങ്ത്തുമാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ കോളർ നേരത്തെ മെഷർ ചെയ്ത സമയത്ത് നമുക്ക് ഫോൾഡ് ചെയ്തിട്ട സമയത്ത് 7 ഇഞ്ചായിരുന്നു കിട്ടിയത്. അപ്പൊ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും, അതിലേക്ക് ഒരു 3 ഇഞ്ച് എക്സ്ട്രാ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. 3 ഇഞ്ചൊന്നും എക്സ്ട്രാ എടുക്കേണ്ട ആവശ്യമില്ല, ഒരു 2 ഇഞ്ചെങ്കിലും എക്സ്ട്രാ ആയിട്ട് എടുക്കുക കേട്ടോ. അപ്പൊ ഇതേപോലെ ഞാൻ ജസ്റ്റ് ഒന്ന് മുകളിൽ ഒരു ലൈൻ വരച്ചിട്ടൊന്ന് ലെവൽ ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ അളവ് എന്ന് പറയുന്നത് 7 ആണ്. 7 മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കോളറിന് ലെങ്ത് ആയിട്ട് ഒരു 3 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് നല്ല ലെങ്ത് ഉള്ള കോളറാണ് വേണ്ടെങ്കിൽ ഒരു 4 ഇഞ്ച് വരെ മാർക്ക് ചെയ്യുക കേട്ടോ. മുകൾ ഭാഗത്തല്ല, താഴ്ഭാഗത്ത് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഈ 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കഴിഞ്ഞ പോയിന്റിൽ നിന്ന് ഒരു 1.5 ഇഞ്ച് പുറത്തേക്ക് മാർക്ക് ചെയ്തിട്ട് മുകളിലുള്ള പോയിന്റ് ഈ 1.5 ഇഞ്ചിലേക്ക് ടച്ച് ചെയ്യുന്ന രീതിയിൽ സ്കെയിൽ വെച്ചിട്ട് വരയ്ക്കുകയാണ്. അതായത് നമുക്ക് ഈ ഒരു കോളറിന്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. സ്ട്രെയിറ്റ് ലൈനിൽ ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മളിപ്പോൾ ആംഗിൾ ആയിട്ട് വരച്ചിട്ടുള്ള ഈ ലൈനിൽ അതേപോലെ ടേപ്പ് വെച്ചിട്ട് ഒരു 1/2 ഇഞ്ച് താഴേക്ക്, മുകളിൽ നിന്ന് നേരെ താഴേക്ക് മാർക്ക് ചെയ്യുന്നുണ്ട്. ബാക്കി പോയിന്റ് ഈ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് ടച്ച് ചെയ്യുന്ന രീതിയിൽ ഒന്ന് കേർവ് ചെയ്ത് വരയ്ക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഈ കേർവ് ചെയ്ത് വരച്ചിരിക്കുന്ന ലൈന് ടേപ്പ് വെച്ചിട്ടൊന്ന് മെഷർ ചെയ്യാം. നമ്മുടെ അളവ് എന്ന് പറയുന്നത് 7 ഇഞ്ചാണ്. അപ്പൊ ഇവിടെ നമുക്ക് 7 കഴിഞ്ഞിട്ട് ഒരു പോയിന്റ് അധികം കിട്ടുന്നുണ്ട്. അധികം ഉണ്ടെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യുക, അധികം ഇല്ലെങ്കിൽ അത് അങ്ങനെ വിടുക കേട്ടോ.
ഇനി നമ്മൾ മാർക്ക് ചെയ്ത ഈ ലൈനിലൂടെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഏത് ക്ലോത്ത് ആണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്ലോത്തിൽ ഈ ക്യാൻവാസ് പേപ്പർ അയൺ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് മെയിൻ ഫാബ്രിക് വേറൊരു കളറും കോളർ വേറൊരു കളറും ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഏതാണോ കളർ വേണ്ടത് വെച്ചാൽ ആ കളറിലുള്ള ക്ലോത്തിൽ അയൺ ചെയ്തെടുക്കുക കേട്ടോ. ഇതേപോലെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. അയൺ ചെയ്തെടുത്തതിന് ശേഷം എല്ലാ സൈഡിലും കുറച്ച് സീം അലവൻസ് വെച്ചിട്ട് എക്സ്ട്രാ ക്ലോത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്യാം. അതിനുശേഷം സെയിം ഇതേപോലെ തന്നെ ഒരു പീസും കൂടി നമുക്ക് വേണം. എന്നിട്ട് ഈ ക്യാൻവാസ് പേപ്പറിന്റെ അടിയിൽ ആ ഒരു പീസ് ഇതേപോലെ വെക്കാം. 7 ഇഞ്ച് മാർക്ക് ചെയ്ത ലൈനാണ്, അതായത് കേർവ് ആയിട്ട് വരച്ചിട്ടുള്ള ലൈനാണ് നമ്മുടെ കറക്റ്റ് അളവ്. അപ്പൊ ആ ഒരു ലൈൻ അങ്ങനെ തന്നെ, ആ ഒരു ഭാഗം അങ്ങനെ തന്നെ വിട്ടിട്ട് ബാക്കി 3 ഭാഗവും നമ്മൾ എന്ത് ചെയ്യുക, താഴെ ഇരിക്കുന്ന പീസും മുകളിൽ ഇരിക്കുന്ന പീസും ഒന്നിച്ചിട്ട് ഈ ക്യാൻവാസ് പേപ്പറിന്റെ അളവ് പ്രകാരം ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. ഇനി താഴെ ഇരിക്കുന്ന ഫാബ്രിക് ക്യാൻവാസ് പേപ്പർ കഴിഞ്ഞിട്ട് സ്റ്റിച്ച് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു സീം അലവൻസ്, അതായത് ഒരു 1/2 ഇഞ്ച് ക്ലോത്ത് വെച്ചിട്ട് എക്സ്ട്രാ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കട്ട് ചെയ്യാം. ഇനി നമ്മൾ കോളർ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോവാണ്. മെയിൻ ഫാബ്രിക് നമ്മൾ മറച്ചിട്ടാണ് ഇട്ടിരിക്കുന്നത്, അതായത് ചീത്ത വശമാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സെന്ററിൽ നിന്ന് സ്റ്റിച്ച് ചെയ്യാം. പക്ഷെ ഞാനൊരു സൈഡിൽ നിന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് അടുത്ത സൈഡിലേക്ക് എന്നുള്ള രീതിക്കാണ് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ എങ്ങനെയാണ് വെക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാൻവാസ് പേപ്പർ ഉള്ള ഭാഗം ഇങ്ങനെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ തുറന്നിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട്. ക്യാൻവാസ് പേപ്പർ ഇല്ലാത്ത ക്ലോത്ത് വേണം നമ്മൾ ഈ ഒരു ബാക്ക് സൈഡിനോട് ചേർത്തിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു എൻഡിൽ നിന്ന് ഇതേപോലെ ലോക്ക് ഇട്ടിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. എത്രയാണോ നിങ്ങൾ സീം അലവൻസ് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സീം അലവൻസ് പ്രകാരം തന്നെ സ്റ്റിച്ച് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഒരു കാരണവശാലും ക്ലോത്തിനെ നിങ്ങൾ വലിച്ചു പിടിക്കാൻ പാടില്ല. നിങ്ങൾ എടുത്തിട്ടുള്ള അളവ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അത് എൻഡിലെത്തുമ്പോൾ കിട്ടും. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും, കറക്റ്റ് ആയിട്ട് വന്ന് നിന്നിട്ടുണ്ട്. എന്നിട്ട് അവിടെ ലോക്ക് ഇട്ട് കൊടുക്കുക. ലോക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിനെ നല്ല വശത്തേക്ക് മറിച്ചെടുക്കുക. മറിച്ചെടുക്കുമ്പോൾ ഇതുപോലെയാണ് ഉണ്ടാവുക. ക്യാൻവാസ് പേപ്പർ കഴിഞ്ഞിട്ട് എക്സ്ട്രാ ഉള്ള സീം അലവൻസിനെ ഉള്ളോട്ടേക്ക് ഹൈഡ് ചെയ്തിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന സ്റ്റിച്ചിന്റെ മുകളിലായിട്ട് വെച്ചിട്ട് ഒരു എൻഡിൽ നിന്ന് അടുത്ത എൻഡ് വരെ സ്റ്റിച്ച് ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വലിച്ചു പിടിക്കൊന്നും വേണ്ട. അതിന് എങ്ങനെയാണോ ആ ക്ലോത്തിന്റെ അലൈൻമെന്റ് വെച്ചാൽ അതിനെ അങ്ങനെ വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കോളർ കിട്ടും. ഫ്രണ്ടിൽ നിന്നും അതുപോലെ തന്നെ ബാക്കിൽ നിന്നും നോക്കുമ്പോൾ ചുളിവുകളൊന്നും ഇല്ലാണ്ട് പെർഫെക്റ്റ് ആയിട്ട് വരും കേട്ടോ. സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഇത് മാത്രമേ ഉള്ളൂ. ചുളിവ് വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു കാരണവശാലും ക്ലോത്ത് വലിച്ചു പിടിക്കാതിരിക്കുക. ഈ 2 കാര്യങ്ങളും മാത്രം ശ്രദ്ധിച്ചാൽ മതി. വി-നെക്കിൽ വരുന്ന ഷർട്ട് കോളർ നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്തെടുക്കാം, വീഡിയോ ശ്രദ്ധിച്ച് കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.